ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഹെയർ കെയർ ടിപ്സുമായിട്ടാണ്. നമുക്ക് ഡെയിലി ചെയ്യേണ്ടതും ഡെയിലി ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് ടിപ്സ് നോക്കിയാലോ? അപ്പോൾ നമ്പർ 1, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് നമ്മൾ മാത്രം യൂസ് ചെയ്യുക എന്നതാണ്. എല്ലാവരും ഒരേ ചീപ്പ് കൊണ്ട് ചെയ്യുകയാൽ അവരുടെ തലയിലെ ഡാൻഡ്രഫ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അടുത്തതായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉപയോഗിച്ച ചീപ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കി വെക്കുക എന്നതാണ്. ഇനി നമ്പർ 2, നമ്മൾ മലയാളികൾ ഡെയിലി മുടി കഴുകുന്നവരാണ്. ഹെയറിലെ നാച്ചുറൽ ഓയിൽ പോകാൻ ഇത് കാരണമാകും. ഇനി നമ്പർ 3, ചൂടുവെള്ളം കൊണ്ട് ഒരിക്കലും മുടി കഴുകരുത്. ഇത് മുടി പൊഴിഞ്ഞു പോകാൻ കാരണമാകും. ഓരോ ദിവസം ഇടവിട്ട് മുടി വാഷ് ചെയ്യുക. ഇനി നമ്പർ 4, ഷാമ്പു ഒരിക്കലും നേരിട്ട് തലയിൽ പുരട്ടരുത്. വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം തലയിൽ പുരട്ടുക. ഇനി നമ്പർ 5, കൂടുതലായി എണ്ണ തലമുടിയിൽ പുരട്ടരുത്. ഇത് പൊടിപടലങ്ങൾ തലമുടിയിൽ പിടിക്കാൻ കാരണമാകും. ഇനി നമ്പർ 6, കുളി കഴിഞ്ഞാൽ സാവധാനം മുടി തോർത്തുക എന്നതാണ്. ഒരിക്കലും ടവൽ കൊണ്ട് മുടിയെ ശക്തിയായി തട്ടരുത്. ഇത് പൊട്ടിപ്പോകാനും മുടി ഡ്രൈ ആകാനും കാരണമാകും. നമ്പർ 7, മുടി ഡ്രൈ ആകുന്നത് കൊണ്ടാണ് മുടിയുടെ അറ്റം പിളരുന്നത്. അതിനായി ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. നമ്പർ 8, ഡ്രൈ ആയ ഹെയറിൽ ഒരിക്കലും വെള്ളമൊഴിച്ച് കഴുകരുത്. എണ്ണ തേച്ച ശേഷം വെള്ളമൊഴിച്ച് കഴുകുക. ഇനി നമ്പർ 9, ടൈറ്റായിട്ട് ഒരിക്കലും മുടി കെട്ടിവെക്കരുത്. ലൂസായിട്ട് കെട്ടിവെക്കുക. ഇത് മുടി പൊട്ടിപ്പോകാൻ കാരണമാകുന്നു. ഇനി നമ്പർ 10, നമ്മൾ ഒരിക്കലും മുടി അഴിച്ചിട്ട് കിടന്നുറങ്ങരുത്. മുടി മെടഞ്ഞ് തുമ്പ് ഒരു ബണ്ണിട്ട് വെക്കണം. ഇങ്ങനെ ആകുമ്പോൾ മുടിയിൽ കെട്ട് വീഴില്ല. ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്നും എല്ലാവരും ചെയ്തു നോക്കുമെന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.